ഗാസയിലെ ഹമാസ് ഭീകരസംഘടനയുടെ ഉന്നത നേതാവ് മുഹമ്മദ് സിൻവാർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചു. ഗാസയിലെ ഖാൻ യൂനിസിലെ യൂറോപ്യൻ ആശുപത്രിക്ക് കീഴിലായി സ്ഥിതി ചെയ്തിരുന്ന ഹമാസിന്റെ തുരങ്ക ശൃംഖലയ്ക്ക് നേരെ നടത്തിയ ആക്രമണത്തിലായിരുന്നു മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഹമാസ് ഭീകരസംഘടനയിലെ കൊടുംഭീകരൻ യഹിയ സിൻവാറിന്റെ ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. യഹിയ സിൻവാറിന്റെ മരണത്തിന് ശേഷം മുഹമ്മദ് സിൻവാർ ഹമാസിന്റെ നേതൃനിരയിലേക്ക് ഉയരുകയായിരുന്നു. 2006 ഹമാസിനു വേണ്ടി ഇസ്രായേൽ സൈനികനായ ഗിലാദ് ഷലിദിനെ സിൻവാർ തട്ടിക്കൊണ്ടുപോയതോടെയാണ് ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ അയാൾ ഇടം പിടിക്കുന്നത്. ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ തലവനായിരുന്ന മുഹമ്മദ് ഡെയ്ഫിന്റെ മരണത്തിന് ശേഷം സംഘടനയുടെ സായുധ വിഭാഗത്തെ നയിച്ചിരുന്നത് മുഹമ്മദ് സിൻവാർ ആയിരുന്നു. ഹമാസ് ഭീകര സംഘടനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് നിർണായക നേട്ടമായാണ് മുഹമ്മദ് സിൻവാറിന്റെ മരണം വിലയിരുത്തപ്പെടുന്നത്.